ഇറാനെതിരെ നിരന്തരമായി ഭീഷണികളുമായി എത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്ര നടക്കുന്ന സമയത്താണ് ട്രംപ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. ഇപ്പോഴിതാ ഇത്തരം ഭീഷണികൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ സോൾഖാദർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ ജനതയോട് ആദരവോടെയും മര്യാദയോടെയും സംസാരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പഠിക്കണമെന്നും അല്ലാത്ത പക്ഷം മറ്റൊരു ഭാഷയിലായിരിക്കും തങ്ങൾ മറുപടി നൽകുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിദേശ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും വഴങ്ങില്ല എന്നും തങ്ങളുടെ ദേശീയ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ പ്രസ്താവനയിലാണ് ട്രംപ് ഇറാനെതിരെ കടുത്ത ഭീഷണി മുഴക്കിയത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക എങ്ങനെയെങ്കിലും വിജയിക്കുമെന്നും പുതിയൊരു ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറായില്ല എങ്കിൽ തങ്ങൾ ജോലി പൂർത്തിയാക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിലെ 91 ദശലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവകാശപ്പെട്ട ട്രംപ് എന്നാൽ ഇറാന്റെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ അമേരിക്ക ലക്ഷ്യം വെക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവനകളെ യാഥാർത്ഥ്യ ബോധമില്ലാത്തവന്റെ ഭാവനകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സോൾഖാദർ തള്ളിക്കളഞ്ഞത്. വെറും 250 വർഷത്തെ മാത്രം ചരിത്രമുള്ള വ്യക്തമായ വേരുകളില്ലാത്ത ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായ ട്രംപ് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യവും നാഗരികതയുമുള്ള ഇറാനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് തികഞ്ഞ വിരോധാഭാസമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുമ്പും ട്രംപ് ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ച സോൾഖാദർ എന്നാൽ അപ്പോഴൊക്കെ പരാജയവും നിസ്സഹായാവസ്ഥയും മാത്രമായിരുന്നു അമേരിക്കയ്ക്ക് ഫലമെന്നും ചൂണ്ടിക്കാണിച്ചു. അന്ന് ഒടുവിൽ ചർച്ചകൾക്കും വെടിനിർത്തലിനുമായി ട്രംപിന് അപേക്ഷിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ ജനത ഭീഷണിയുടെ ഭാഷയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നവരല്ല എന്നും അതുകൊണ്ട് തന്നെ മാന്യമായി സംസാരിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ സാംസ്കാരിക മന്ത്രി സയ്യിദ് അബ്ബാസ് സലേഹിയും ട്രംപിന്റെ പ്രസ്താവനകൾക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ മുൻകാല പരാജയങ്ങളിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വിട നൽകാനായി തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ ദശലക്ഷക്കണക്കിന് ഇറാനിയൻ ജനങ്ങളുടെ ഐക്യത്തിൽ നിന്നും പാഠം പഠിക്കാൻ ട്രംപ് തയ്യാറാകണമെന്ന് സലേഹി ആവശ്യപ്പെട്ടു. നയതന്ത്രത്തിന്റെ മേശയിലായാലും പ്രതിരോധ രംഗത്തായാലും തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിലെ നിലവിലെ കടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഏത് തരത്തിലുള്ള ആക്രമണമുണ്ടായാലും അതിന് കൃത്യമായും ശക്തവുമായും മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. അതേസമയം ഖമനേയിയുടെ വിലാപയാത്രയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധഭീഷണി മുഴക്കി കൂറ്റൻ ബാനറുകൾ ഉയർന്നിരുന്നു. ഞങ്ങൾ ട്രംപിനെ കൊല്ലും എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ചുവന്ന ബാനർ ജനക്കൂട്ടം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ട്രംപിനെ വധിക്കുക എന്നെഴുതിയ ബാനറുകളും പ്ലക്കാർഡുകളുമായാണ് ലക്ഷക്കണക്കിന് ആളുകൾ വിലാപയാത്രയിൽ പങ്കെടുത്തത്. ട്രംപിന്റെ തലയ്ക്ക് $100 മില്യൺ പ്രതിഫലം പ്രഖ്യാപിക്കുന്ന ബാനറുകളും വിലാപയാത്രയിൽ ചിലർ ഉയർത്തിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ആണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. രക്തസാക്ഷിയായ ഖമനേയിയുടെ ചോരയ്ക്ക് പ്രതികാരമെന്ന ഹാഷ്ടാഗോടെയാണ് ഇറാൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വിലാപയാത്രയിൽ പ്രസംഗിച്ച പ്രമുഖ ഇറാനി കവി മുഹമ്മദ് റസൂലി ട്രംപിനെ വധിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നാണ് ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.